ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായി. ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എണീറ്റിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒരു സൗണ്ടൊക്കെ ഒന്ന് ശരിയാവുള്ളൂ, അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, അത് കാരണമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ദെൻ കയ്യുമ്മ നെയിൽ പോളിഷ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയ നെയിൽ പോളിഷാണ്. ദെൻ എനിക്കിഷ്ടമായി. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. കാലും വിട്ട് നോക്കി. ഞാൻ ആദ്യം കാലും വിട്ടപ്പോൾ എനിക്ക് അത്രയ്ക്കത് ഇഷ്ടമായില്ല. ഞാൻ മാറ്റി കയ്യും വിട്ടു. അമ്മ ഒരേ കളിയാക്കലായിരുന്നു, അയ്യേ വൃത്തികേടാണ് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്നാൽ ശരി ഓക്കെ മാറ്റിയിട്ട് കയ്യും വിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇത് മാത്രം വേറൊരു കളർ ഇട്ടു. ചുമ്മാ 4 സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 4 250 രൂപയ്ക്ക് കിട്ടിയതായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഇച്ചിരി ചോറ് കഴിച്ചോളൂ. അപ്പം ഞാൻ പോയിട്ട് അടുക്കളയിൽ പോട്ടെ. അമ്മ എന്നെ ട്രോളി തുടങ്ങി, ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇതുവരെ എണീറ്റിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും അടുക്കളയിൽ പോട്ടെ. അച്ഛന് മാത്രം സ്പെഷ്യൽ ചായ. ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് ചായ വാങ്ങി കൊണ്ടുവന്നത് രാവിലെ ചായ. ഇനിയിപ്പോ എന്താ കാര്യം? ഞാൻ പാല് വാങ്ങാൻ പോവാ. എപ്പോഴും പറയണ അങ്ങനെ. ഉറക്കത്തിൽ നിന്ന് എണീറ്റമാടെ ചായ കുടിച്ച് ശീലമായ കാരണം കൊണ്ട് ചില സമയത്ത് ഇങ്ങനെ എണീക്കുമ്പോൾ, അതായത് ഈ അമ്മ എണീക്കാൻ നേരം വൈകും. അമ്മയ്ക്ക് ഇപ്പോൾ വയ്യാത്ത കാരണം കൊണ്ട് അമ്മ ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീക്കുക. അല്ല എണീറ്റ് ചായ വെച്ചാൽ മതി, അങ്ങനെയല്ലല്ലോ. ഞാൻ എണീറ്റ് വരുമ്പോൾ എനിക്ക് ചായ ഇങ്ങനെ, അതായത് ഞാൻ ഉണ്ടാക്കിയ അത്രയും സമയം പോയില്ലേ. പണ്ട് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്കൗട്ടിനൊക്കെ പോയപ്പോഴത്തേനും ഞാൻ ആ ചായയുടെ ഒരു ഭ്രമം നിന്നതായിരുന്നു. ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ വന്ന് എനിക്കാണെങ്കിൽ ചായ കഴിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായ കിട്ടാണ്ട് ഇപ്പോൾ ചെറിയൊരു വിഷമം. ഞാൻ നോക്കുമ്പോൾ അച്ഛന് ചായ വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെയാണ്. അച്ഛന് പാൽ ചായ ഉണ്ടാക്കി കൊടുക്കും, എനിക്കിവിടെ കട്ട ചായ. ഞാൻ പാല് വാങ്ങി കൊണ്ടുവന്ന് ഞാൻ ചായ വെച്ചിട്ട് വേണം ഞാൻ കുടിക്കാനായിട്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ എന്തായാലും പാല് വാങ്ങാൻ പോവാണ്. അപ്പം എനിക്ക് ഈ കോസ്റ്റ്യൂം ഒന്ന് മാറണം. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് എനിക്ക് പാല് വാങ്ങാൻ പോകാൻ പറ്റില്ല, കാരണം ഇത് പകുതിയുള്ളൂ, കുഞ്ഞുടുപ്പാണത്. അപ്പോൾ പാല് വാങ്ങാൻ പോയി വന്നിട്ട് ഇനി ബാക്കി 9:30 ആകുമ്പോഴത്തേന് എനിക്ക് പോകേണ്ടതാണ്. എന്നിട്ടാണ് ഞാനിവിടെ തട്ടിക്കളിച്ച് നിൽക്കണേ. അമ്മ എനിക്ക് ചായ കൊണ്ട് തന്നു. എണ്ണി വരയ്ക്ക് അവസാനിക്ക് ചായ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്നാളിട്ട സെയിം പാക്ക്, അപ്പോൾ ഷോർട്സ് കണ്ടിട്ടാണെങ്കിൽ അറിയായിരിക്കും എന്തായാലും. ആര്യവേപ്പില, അതേപോലെ തന്നെ മുൾട്ടാണി മിട്ടി, പിന്നെ അന്ന് റോസ് വാട്ടറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പിന്നെ ബ്രൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് കേട്ടത്. അപ്പം ഞാനത് മിക്സ് ചെയ്യാത്ത കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും എടുത്താണ്. ഇപ്പോൾ ഇതിനകത്ത് ഇന്ന് തൈരാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. മുഖത്തിന് ഇവിടെയൊക്കെ കുഞ്ഞു കുരുക്കൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് ഈ ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വരുന്ന കുഞ്ഞു ആക്നേസ് ഒക്കെ ഇല്ലേ, എനിക്ക് എപ്പോഴും വരുന്ന മെസ്സേജുകളാണ് ഇങ്ങനെ, ആക്നേസ് വരുന്നുണ്ട് ചേച്ചി, എന്തിട്ട് ചെയ്യാന്ന്. അപ്പോൾ ആക്നേസ് മാറാൻ വേണ്ടിയിട്ട്, ഇതുപോലെ കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു ആര്യവേപ്പിൻ്റെ എന്താ പറയുക, ആര്യവേപ്പിൻ്റെ പൗഡർ അല്ല, ആര്യവേപ്പ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ആര്യവേപ്പ് നമ്മൾ പച്ചയ്ക്ക് എന്താ പറയുക, പച്ചയ്ക്ക് ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്കിന്നിന് പിടിക്കില്ല. എനിക്ക് ആദ്യം അങ്ങനെയായിരുന്നു. അപ്പം സ്കിന്നിന് പിടിക്കുമെന്ന് ഞങ്ങൾ ആദ്യം നോക്കുക. എനിക്കിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം ഇട്ട് സെറ്റായതാണ്. ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഇടുന്ന സമയത്ത് എന്താ പറയുക, എന്ത് പാക്ക് ഇട്ടാലും ഇങ്ങനെ കുഞ്ഞു കുരുക്കൾ ഇങ്ങനെ ഫോം ചെയ്യുമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് 2 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ കുരുക്കളൊക്കെ ഇങ്ങനെ ഫോം ആവുമായിരുന്നു.
അത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ എന്ത് ആദ്യമായിട്ട് ഇടുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം പിടിക്കില്ല, ചിലപ്പം പിടിക്കും. നമുക്ക് ഏതാ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവാന്ന് അറിയില്ല. ചിലപ്പോൾ ഓയിലി സ്കിന്നിന് എന്താ പറയുക പാല് സ്യൂട്ട് ആവില്ല. ചിലപ്പോൾ ഓയിലി സ്കിൻ ആയാലും ചിലർക്ക് പാല് എന്താ പറയുക സ്യൂട്ട് ആവില്ല. എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ മഞ്ഞൾ ചിലർക്ക് ഒട്ടും സെറ്റ് ആവില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് ട്രൈ ചെയ്താലാണ് അറിയുള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മഞ്ഞളും പാലൊന്നും പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ കറ്റാർവാഴ എൻ്റെ സ്കിന്നിന് പറ്റില്ല, ഹെയറിന് പിന്നെയും കുഴപ്പമില്ല. കറ്റാർവാഴ നമുക്ക് ഇതുപോലെ തന്നെയാണ്. എനിക്ക് അധികം അങ്ങനെ പറ്റില്ല. ഞാൻ ഫേസിൽ അങ്ങനെ കറ്റാർവാഴ, അതായത് പച്ചക്കുള്ള കറ്റാർവാഴ കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കില്ലേ, ആ കറ്റാർവാഴ എനിക്ക് അങ്ങനെ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ പാക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം സമയം ഞാൻ പറയാം കേട്ടോ, സമയം 8:30 9:30 പോകേണ്ടതാണ്. അപ്പോൾ ഇനി പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇനി ചടപടാന്ന് റെഡി ആവുകയാണ്. പല്ലേച്ചിട്ടില്ല, പല്ലേച്ചിട്ടൊക്കെ വരണം. അപ്പോൾ അത് പല്ലേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഫേസ് ക്ലീൻ ചെയ്യാറാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. തല കുളിക്കില്ല കേട്ടോ, കാരണം തല മിഞ്ഞാന്ന് കുളിച്ചതാ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് കുളിക്കണില്ല. ദെൻ ഇനി കുളിക്കുമ്പോഴത്തേനും ഞാൻ എന്തായാലും ഒരു പാക്ക് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മുടിയുടെ കാര്യം എന്താവോ എന്തോ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ദെൻ ഇത് നമ്മൾ ട്രെൻഡ്സിൽ പോയപ്പോൾ മേടിച്ച എന്താ പറയുക ടോപ്പാണ്. ആക്ച്വലി ഇതൊരു പപ്പട കളർ എന്ന് പറയാം. ശരിക്കും എന്നെ കാണുന്നില്ല അല്ലേ. പപ്പട കളറിലുള്ളൊരു ടോപ്പാണിത്. എനിക്കെങ്ങനെയാണെന്നറിയില്ല. ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക വെള്ളം അടിച്ചിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതാണ് കളർ, ശരിക്കും എക്സാക്റ്റ് കളർ ഇതാണ്. നമുക്ക് സ്കിൻ കെയർ ചെയ്യാം, പടത്താന്ന് ചെയ്യാം. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ള, ഇത് ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നു കേട്ടോ. സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ളൊരു, അപ്പോൾ ഇതിന് കോള് വന്നു. സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ളൊരു എന്താ പറയുക ലിപ് ബാമാണിത്. ഇത് ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നു. കുഴപ്പമില്ല, ഒരു 2-3 മണിക്കൂറൊക്കെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് വെക്കുന്നുണ്ട്. ദെൻ ടിൻ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു കണ്ടില്ലേ ഇതുപോലെ ഉണ്ട്. നമ്മൾ പടപടാന്ന് ഒരുങ്ങാണ്. ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുള്ള ഈ ഒരു ന്യൂട്രിഡേമിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞ അന്ന് തൊട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല. അത്രയും നാൾ ഞാൻ ഡോട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അങ്ങനെ പറഞ്ഞ അന്ന് തൊട്ട് ഞാൻ എപ്പോഴും അറിയാണ്ടായ പോലെ കൈ ഇങ്ങനെ വരും. അതായത് മാറ്റുന്നുണ്ട്. ദെൻ ലേമടം വന്നു എന്നിട്ട് വണ്ടിയുടെ സൗണ്ട് കേൾക്കാനുണ്ട്. ഞാൻ റെഡി ആയിട്ടില്ല. ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ന്യൂട്രിജനയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ എന്താണ് ലൂസ് പൗഡറാണ് കേട്ടോ. ആ ഒരു ഓയിൽനെസ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ തന്നെയാണ്. നെറ്റി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. എന്തോ ഇതിടാൻ തോന്നി. ബ്രൗൺ ആയിട്ടുള്ള ലിപ്സ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിടുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കാണാനായിട്ട്. ഓക്കെ, ഇതേ ചെറിയൊരു കളർ വിചാരിച്ച പോലെയല്ല, കുറേ വന്നു. കമ്മൽ പിന്നെ കുറേ നാളുകളായിട്ട് ഇത് തന്നെയാണല്ലോ, വേറെ കമ്മലൊന്നും ഇത് കാണാനില്ല. അപ്പോൾ കിട്ടാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വേറെ വാങ്ങാൻ നോക്കാം. ഓക്കെ, മസ്കാര ഇടാം.
നമുക്ക് അമ്മേടെ അടുത്ത് ചോദിച്ചു നോക്കാം ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്. അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ നോക്കിയിട്ട് അത് ഞാൻ പറഞ്ഞു ശരിക്കും കേക്കാൻ. വീഡിയോ ചെയ്യുമ്പോ വീഡിയോയിലുള്ളവർക്ക് ഈ അമ്മ എന്നിട്ടും കഷ്ടമാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. ഛേ കേട്ടില്ലേ, ഇപ്പൊ ആനയല്ല ചാനയല്ലാത്ത രീതിയിലുള്ള ഒരു വർത്താനം പറഞ്ഞിട്ട് പോയി. പിന്നെ എൻ്റെ അല്ലേ അമ്മ. ഓക്കെ, ഇനി മുടി സെറ്റ് ചെയ്യാൻ പോകണില്ല. അമ്മേനപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് റെഡി ആവുന്നേ ഉള്ളൂ. ഞാൻ വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാട്ടോ. ഇങ്ങോട്ട് കയറ്റിയ ഭാഗ്യത്തിന് വേണ്ടതിനെ കാണില്ലേ. സുന്ദരം പോവാ, വീഡിയോ അങ്ങാൻ പോവാ നമുക്ക്. മേക്കപ്പ് ഉണ്ടാ കേൾക്കോ? മേക്കപ്പ് ചെയ്യാണ്ടെങ്കിൽ എന്തിട്ടാ മൈ ഡ്രൈവർ. ഇപ്പൊ നമ്മള് പോകുന്നത് അപ്പൊ മേഡത്തിന് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോവാണ്. ചെമ്പൂക്കാവ് എന്ന് മാത്രം പറയാൻ അറിയുള്ളൂ, ബാക്കി സ്ഥലം അറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ റൗണ്ടിൽ കല്യാണ്ട സൈഡിൽ കൂടെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഇൻ്റർവ്യൂ ഉള്ളത്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പം പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് ദെൻ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞ് അഡ്രസ്സൊക്കെ കൊടുത്ത് അതിന് ശേഷം ഉള്ളിലേക്ക് കയറി ഉള്ള കോൺഫിഡൻസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് നമ്മൾ മാഡത്തിനെ ഇൻ്റർവ്യൂവിനെ തള്ളി കയറ്റി വിട്ടിട്ട് ഇതാ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. എല്ലാ ഇൻ്റർവ്യൂ കഴിഞ്ഞാലും മാഡം എങ്ങനെ തന്നെയാണ് പറയാം വൃത്തിയായിട്ട് ഇൻ്റർവ്യൂ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഭാരത് ഹോട്ടലിലേക്കാണ് പോണത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നെ പാര് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഭാരത് ഹോട്ടലിലേക്ക്. കൊണ്ടുപോയിട്ടുണ്ടടാ? അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇതാണ് നമ്മുടെ ഭാരത് ഹോട്ടൽ. ഓക്കെ, നല്ല മസാല ദോശയായിരുന്നു ഇഷ്ടം. അത് പക്ഷെ ഭയങ്കര പുളി വരും. ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മള് ഞങ്ങളുടെ പോണ കാര്യം നമ്മളെ കാശുകൊണ്ട് നമ്മളെ മനം മയക്കുന്നത്. ഇല്ല പൊട്ടൊന്നും കാണാൻ പാടില്ല. മറ്റേ ഇത് കാരണം പുക അടിച്ചിട്ട് ചുറ്റുള്ളതൊന്നും കാണാൻ പാടില്ല. പറഞ്ഞ പോലെ മുടി കാരണം വേറെ ഒന്നും കാണാൻ പാടില്ല. സമയം നട്ടുച്ചയായിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനിപ്പോൾ വീട്ടിലെത്തി. ഇതിൻ്റെ വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് വേണം വീണ്ടും പോവാൻ. പക്ഷെ വീട്ടിൽ പറയില്ലേ വീണ്ടും പോകുന്നുള്ള കാര്യം. ഇല്ല, അമ്മേടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അമ്മേടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്റർവ്യൂവിനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് മാഡം വണ്ടി എടുത്ത മാഡം ഓഫീസിൽ പോയി. ആള് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആള് പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പ്രേമിൽ കാണാൻ പോവാം. ഞാൻ കുറേ നാളുകളായി സാധാരണ കാണാറുള്ളതാണ്. ഇപ്രാവശ്യം പാരുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന കാരണം കൊണ്ട് പാരു എല്ലാ സിനിമയും ആദ്യം പോയി കണ്ടു. അന്വേഷിപ്പിയും കണ്ടതാണ് അവസാനം കണ്ടത്. അതിന് ശേഷം പിന്നെ ബ്രഹ്മയുഗം, അതേപോലെ തന്നെ പ്രേമലു, പിന്നെ മഞ്ഞുമൽ ബോയ്സ്, ഇതൊക്കെ അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കണ്ടു. എന്നെ കൂട്ടുണ്ട്. എന്നിട്ട് ഞാൻ മഞ്ഞുമൽ ബോയ്സ് എനിക്ക് എന്തായാലും കാണണം, തിയേറ്ററിൽ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നു. അങ്ങനെ രണ്ടാമതും മൂന്നാമതും നാലാമതും കൊണ്ടുപോകാനൊന്നും മടിയില്ലാത്ത കാരണം പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഇപ്പോൾ പ്രേമൽ കാണണമെന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നാലും ഇന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ടേക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ എങ്ങടെ പോണേ? ഇപ്പം ഞങ്ങൾ ആറാട്ടുപുഴ പോരൊക്കെ ആവാറായി.
അപ്പം പറമ്പൊക്കെ എങ്ങനെയുണ്ട്, ആനയൊക്കെ ഉണ്ടോ? അയ്യോ ആന ഉണ്ടാവൂ? അല്ല ആനയല്ല, ആനപ്പറമ്പ്, പൂരപ്പറമ്പിലേക്കാണ് പോണത്. നോക്കാം, കുറച്ച് നേരം അവിടെ ഞാൻ നിന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. പൂരത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അതന്നെ, പൂരത്തിന്റെ 23-ാം തീയതി 23-ാം തീയതി നമ്മുടെ ആറാട്ടുപുഴ പൂരാണ്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ്. ദിസ് ഈസ് അവർ ആറാട്ടുപുഴ എന്താ പറയുക പാടം, പൂരം നടക്കുന്ന സ്ഥലം. ആക്ച്വലി ഇതാ കാണുന്നതാണ് നമ്മളുടെ അമ്പലത്തിൻ്റെ പരിപാടികൾ. എന്താ ഇതിനെ പറയാടാ? ഗോപുരത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഇതുപോലെ കണ്ട പൂരത്തിനുള്ള പറമ്പൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ഒക്കെ മെതിച്ച് മെഴുകി ഒക്കെ അടിപൊളിയാക്കി. ഇവിടെ ഒക്കെ ആൾക്കാരായിരിക്കും, ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാരായിരിക്കും, ആനകളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ വെട്ടിയിരിക്കാനാണ് പാരു. അവിടെ ഞാനൊരു 5-6 വർഷം മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിന് വന്നിട്ടുള്ളതാ. പിന്നെ ഞാൻ വന്നിട്ടില്ല. ആറാട്ടുപുഴ ഇതിവിടെ എടുത്താന്ന് വേണ്ടി കാര്യമില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ആറാട്ടുപുഴ പൂരത്തിന് മുന്നിൽ വരുന്നത്. ആകുമ്പോൾ ഈ ഗോപുരം നല്ല രസമായിരിക്കില്ല രാത്രിയാണ്. എന്നെ കൊണ്ടുവരുമോ? അപ്പോൾ ഞങ്ങൾ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ടാണ് ഇങ്ങനെ പോണത് കേട്ടോ. ഇവിടെ നമ്മൾ കയറുമ്പോഴാണ് നമ്മുടെ മന്ദാരക്കടവ്, അതായത് ബലിയിടാനൊക്കെ ആൾക്കാർ ഇവിടേക്കാണ് മിക്കപ്പോഴും അല്ല, ഇവിടെ അടുത്തുള്ളവരൊക്കെ മന്ദാരക്കടവിലേക്കാണ് ബലിയിടാൻ വേണ്ടി വരാറുള്ളത്. അതാ കാണുന്നതാണ് മന്ദാരക്കടവ്. ഇതാണ് നമ്മളന്ന് റിലയൻസിൽ പോയപ്പോൾ 2-3 ഡ്രസ്സ് എടുത്തില്ലേ, അതിലത്തെ ഒരെണ്ണമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക മഞ്ഞ കളർ ഇടുന്നത്. മസ്റ്റാർഡ് യെല്ലോ മാത്രമാണ് എനിക്ക് ഭംഗി ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് എന്താ പറയുക ഭയങ്കര മഞ്ഞല്ലേ, ഒരു പപ്പട കളർ പോലത്തെ ലൈറ്റ് ക്രീമിൽ പെട്ട പോലത്തെ ഒരു മഞ്ഞ കളറാണ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഓരോ തരത്തിലുള്ള കളറുള്ള ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോഴാണ് നമുക്കത് മാച്ചാണോ, നമുക്കത് ചേരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് എടുത്തതാണ്. ഈ മന്ദാരക്കടവിൻ്റെ അവിടെ കുറേ നേരം ഇരുന്ന കാരണം കൊണ്ട് സൊമാറ്റോ ഒന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ കാലിൽ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ എന്തായാലും കുറ്റിയടിച്ച് കുറേ നേരമായി ഇരിക്കുന്നത്. അപ്പോൾ എത്ര മണി? 3:30ക്കല്ലേ? ഇപ്പൊ എന്തായി നമ്മള് ഇതെന്താടത്? ഒരു മാംഗോ മൊഹിറ്റും ഒരു ഗ്രീൻ ആപ്പിൾ മൊഹിറ്റും, അത് രണ്ടും. ദെൻ നമ്മളൊരു 3:15 ബെസ്റ്റ്. പിന്നെ നമ്മൾ ഒരു 2 ബർഗർ വാങ്ങി. ഒന്ന് യെമ്മി ബർഗർ, 2 യെമ്മി ബർഗർ. ഒന്ന് സിംഗർ ബർഗർ അല്ലേ, ഒന്ന് ചീസ് ബർഗർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ശരി. അടിപൊളി, നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. തിന്നിട്ടൊന്നും സമയമില്ല. 3:15 നമ്മുടെ പ്രേമലു, ഇപ്പം 3:05, 3:10. അപ്പം ഇനിയിപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് കാണാം. എൻ്റെ അമ്മേ, ഫുഡ് കുത്തി തറച്ച് ഇറക്കി അല്ലേ പാരു? ഇപ്പൊ കറക്റ്റ് 3:15. ഞങ്ങളാണെങ്കിൽ ആ മന്ദാരക്കടവിൽ നിന്ന് ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ട് ഏത് വഴി കൂടെ, ഊരകം വഴി കൂടെ ഒക്കെയാണ് വന്നത്. മര്യാദയ്ക്ക് ആ വന്ന വഴി കൂടെ തന്നെ വന്നെങ്കിൽ പെട്ടെന്ന് എത്തിയാനായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇനി ഫുഡ് വരെ ഇച്ചിരി നേരം വൈകി. പിന്നെ ഫുഡ് വന്ന നേരത്ത് കുറച്ച് കോള് വന്നു, അപ്പോൾ അത് സംസാരിക്കാൻ നിന്നു. അത് കഴിഞ്ഞപ്പോൾ സമയം നോക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ലേറ്റായി. ഫുഡ് സൂപ്പറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബർഗർ ഫുള്ള് കഴിക്കണേ അല്ലേ, ഒരു ബർഗർ ഫുള്ള് ആദ്യമായിട്ടാണ് കഴിക്കണേ.
അതായത് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാലും ഞാൻ ബർഗർ അങ്ങനെ ഫുള്ള് കഴിക്കാറില്ലായിരുന്നു. പിന്നെ മൊജിറ്റോ വാങ്ങിയത് എനിക്കിഷ്ടമായി. ആദ്യമായിട്ട് എനിക്ക് വാങ്ങിയത് എനിക്ക് തന്നെ ഇഷ്ടമായി. അപ്പൊ നമ്മള് ഇവിടെ ശിവധൻ തിയേറ്ററിലേക്കാണ് പോണത്. എത്താറായി. ഇനിയിപ്പോ എന്തായാലും 3:20 കണ്ടായിട്ട് അവിടെ എത്തിയപ്പോൾ 3:15 ഷോ. അപ്പൊ നമ്മൾ വേഗം ഓടി കയറി അതിൻ്റെ ഉള്ളിൽ എത്തിയതും സന്തോഷമായി. പടം തുടങ്ങിയിട്ടില്ല. ഞാൻ പണ്ട് ബാൽക്കണിയിൽ സിനിമ കാണാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ബാക്കിൽ മറ്റേ ഈ എന്താ പറയുക ഇങ്ങനെ കെട്ടുന്ന കാണുന്ന സെറ്റപ്പിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ശിവധൻ തിയേറ്ററിലാണ്, നമ്മുടെ ഉരകത്തിലെ ശിവധൻ തിയേറ്ററിലാണ് ഞങ്ങളിവിടെ എപ്പോഴും പോവാറുള്ളത്. ഈ ആംബിയൻസ് ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ കുറേ കാലം കൊണ്ട് എനിക്ക് തോന്നുന്നു ശിവധൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഏകദേശം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് കാണാറുണ്ട് തോന്നുന്നു കേട്ടോ. മിക്കപ്പോഴും ഇവിടെ ഭയങ്കര ക്രൗഡാണ് ആവാറ്. ആദ്യമായിട്ടാണ് ഇവിടെ ആരും ഇല്ലാണ്ട് കാണുന്നത്. അത് കാരണം കൊണ്ടാണ് ഇവിടെ ഫുള്ളും ഞാൻ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടിക്കാൻ വന്ന നേരത്താണ്, ഇൻ്റർവെല്ലിൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ഇതൊക്കെ എടുത്തത്. ഇവർക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നല്ല പരിചയമാണ്. എന്നെയല്ല, ഞങ്ങൾ നല്ല പരിചയമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ സിനിമയുടെ അവസാന ഭാഗം ആയപ്പോൾ തന്നെ ഞാൻ വെറുതെ കുഞ്ഞൊരു വീഡിയോ എടുത്തു. മാത്രമല്ല ഞാൻ എന്തായാലും വന്നിരുന്നതല്ലേ, അപ്പോൾ ഒരു വീഡിയോ കൂടി എടുത്ത് തരുമെന്ന് ചോദിച്ചു. ആ വീഡിയോ കൂടി എടുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും വരും ശേഷമാണ് തിയേറ്റർ വിട്ടത്. സത്യം പറഞ്ഞാൽ പടം നൈസ് പടം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറേ നേരം ഇരുന്ന് ചിരിച്ചു. പിന്നെന്താണ്, അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ച് വീടിൻ്റെ ഫ്രണ്ടിലുള്ള വേപ്പ് മരത്തും വീണ് ആകെ ആലങ്കോലായി. അത് കാരണം കൊണ്ട് വേഗം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോവാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയെന്ന് പറയില്ല, എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ.